ചീത്തയോട് ചീത്ത. വില്ലുമകൻ അന്തം വിട്ട് നിന്നു. കൃഷ്ണൻ പറഞ്ഞാലേ വില്ലുമകൻ അത് കഴിഞ്ഞു, എളുപ്പമായി. വൈകുന്നേരം കൃഷ്ണനെ കണ്ടു. എന്നാലും എന്നെ എങ്ങനെ നാണം കെടുത്തേണ്ടിയിരുന്നോ കൃഷ്ണ, എന്തേ ചോദിച്ചു. അല്ല അന്നേരം ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, അയാളുടെ വയറുവേല മാറ്റാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു. അതെ, മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് അയാൾ സുഖമായിട്ട് വയറുവേലമാണിത് പൊട്ടടിച്ച് ഇറക്കണു, പോരാത്തതിൻ്റെ 4 ചീത്തയും പറഞ്ഞു. ഉണ്ടായി ചോദിച്ചു. എന്തേ ഉണ്ടായി ചോദിച്ചു. അയാൾ എവിടെയോ കുറൂരമ്പലത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചു. കുറൂരമ്പ പറഞ്ഞു ഉത്തരം വയറുവേനിക്കില്ല എന്ന്. കൃഷ്ണൻ പറഞ്ഞു അതിന് ഞാനെന്താ ചെയ്യുക, ഞാക്കി മാറ്റാൻ പറ്റില്ല എന്നേ പറഞ്ഞോളൂ. എൻ്റെ ഭക്തന്മാർക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തനിക്ക് കൊടുക്കാതില്ലേ വില്ലുമംഗലം വയറുവേനിക്കില്ല പറഞ്ഞൊരു മലര് കൊടുക്കാറുന്നില്ലേ, അത് ചെയ്തില്ലല്ലോ. അഹം ഭക്തപരാധീനോ, ഭക്തന് അടിമയാണ് ഞാൻ. കുറൂരമ്മ പറഞ്ഞു വയറുവേനിക്കില്ല പറഞ്ഞ് ഭക്ഷണം കൊടുത്താൽ പിന്നെ വയറുവേനിക്കില്ല, കാരണം കുറൂരമ്മയുടെ അടിമയെ ഞാൻ. അപ്പോഴാണ് വില്ലുമംഗലം അയ്യേ വിചാരിച്ചത്. അപ്പൊ ഭഗവാന് തൻ്റെ കൂടുള്ള കുട്ടികൾ തന്നെ സ്നേഹത്തോടു കൂടി കൊടുക്കണ ഈ ചോറും മറ്റും കൊണ്ടാട്ടവും ഉപ്പിലിട്ടതും ഒക്കെ വെച്ച് തേച്ച് കൊടുത്താലും അത് അമൃത് പോലെ കഴിക്കും. പക്ഷേ അഹങ്കാരത്തോടു കൂടി നമ്മൾ നിന്റെ വക പഞ്ചാര പായസം കഴിച്ചോ പറയും, ഒന്നും അവിടെ എത്തില്ല. അപ്പോൾ ഭാവഗ്രാഹി ജനാർദ്ദന എന്നതാ പറയുന്നത്. ഏത് ഭാവത്തിലാണോ നമ്മൾ കൊടുക്കുന്നത് അതേ ഭാവത്തിലാണ് ഭഗവാൻ സ്വീകരിക്കും. നമ്മുടെ അഹംഭാവം കാണിക്കാനും നമ്മുടെ പണക്കൊഴുപ്പ് കാണിക്കാനും നമ്മുടെ ഗാംഭീര്യം കാണിക്കാനൊന്നും ഭഗവാന്റെ അടുത്ത് കാരണം അയാളക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം തോന്നിയിത്രേ ഇനിയിപ്പോൾ ഇത് ശരിക്കുള്ള ഭഗവാൻ അല്ലേരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പീറച്ചക്കന്മാരുടെ കൂടെ കളിച്ചിട്ട് കണ്ണി കണ്ട് തോട്ടി തിന്ന് നടക്കുമെന്ന് വെച്ച് ബ്രഹ്മാവ് ഒരു പരീക്ഷണം നടത്തുകയാണ്. ബ്രഹ്മാവിൻ്റെ ഒരു സംശയം തീർക്കുക. എന്ത്, ഇത് കൃഷ്ണൻ തന്നെ അല്ലേ എന്ന്. അതാണ് വത്സസ്തയ എന്ന് പറഞ്ഞ ഭാഗം. ബ്രഹ്മാവ് എന്ത് ചെയ്തു അറിയോ, ഈ കുട്ടികൾ കന്നിനെയൊക്കെ മേയ്ക്കാൻ പോയ നേരത്ത് എന്തിനോ ഒന്ന് പോയപ്പോൾ ഈ കന്നുകുട്ടികളെ മുഴുവനായിട്ട് മാറ്റി ബ്രഹ്മാവ്. ഗോപന്മാർ അയ്യോ കൃഷ്ണ നമ്മുടെ കന്നുകുട്ടികളെ കാണാനില്ലല്ലോ, എവിടെ പോയി, എവിടെയും കാണാനില്ല, കുറേ എണ്ണം ഉണ്ടല്ലോ, ഒന്നാച്ച ഏതെങ്കിലും പോയി ഒന്നും കാണാനില്ലല്ലോ പറഞ്ഞു. എന്നാൽ ഞാൻ പോയി നോക്കിയിട്ട് വരാ പറഞ്ഞു. കൃഷ്ണൻ പോയി നോക്കിയോ, തിരിച്ചു വന്നപ്പോൾ ഗോപന്മാരെയും കാണാനില്ല, അവരെയും മാറ്റി ബ്രഹ്മാവ്. കൃഷ്ണൻ ഒറ്റയ്ക്കായി രാമനും. പശുക്കുട്ടികളെയും കാണാനില്ല, ഗോപന്മാരെയും കാണാൻ. അപ്പോൾ കൃഷ്ണ കാര്യം മനസ്സിലായി, ഇതൊരാളുടെ പണിയാണെന്ന് മനസ്സിലായി. അതാണ് പൂർണ്ണാവതാരം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്തെന്ന് വെച്ചാൽ തൻ്റെ സങ്കല്പ സൃഷ്ടി കൊണ്ട് എല്ലാറ്റിനെയും ഉണ്ടാക്കി. പോയ പശുക്കുട്ടികളെ മുഴുവൻ ഗോപന്മാരെ മുഴുവൻ മൂപ്പരുടെ ഉണ്ടാക്കി. ചോത്രപ്പയ്യന് വാലമ്പ് ചൂട്ട്, കൃഷ്ണൻ്റെ പയ്യനും വാലമ്പ് ചൂട്ട്. കൂടുള്ള ഒരുത്തിന് കോങ്കണ്ണുണ്ട്, ഈവനും കോങ്കണ്ണുണ്ട്, മറ്റവനും ഇവിടെ ഒരു മറുകുണ്ട്, അതൊരു മറുകുണ്ട്. എല്ലാം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. ഒന്നും അറിയാത്ത പോലെ വൈകുന്നേരം ആട്ടിച്ചളിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. തൊഴുത്ത് ഒരാൾക്കും അമ്മമാർക്കും അറിഞ്ഞിട്ടില്ല തൻ്റെ മക്കളെ പശുക്കുട്ടിയോട് തൊഴുത്ത് കയറിയത് ഇവർക്കും അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം തോന്നി ഇത്ര മക്കളോട്. എന്താ, ഭഗവാൻ നേരിട്ടാണതേ. ശരിക്കാണ് തൻ്റെ മകനേക്കാൾ എല്ലാം നമ്മുടെ ഉള്ളിൽ അംശം ഉണ്ടെങ്കിലും ഒട്ടും ചോരാതെ ഭഗവാൻ തന്നെയാണ് ഈ വന്ന ഗോപന്മാരായിട്ടും പശുക്കുട്ടികളായിട്ടും. ഒന്നും അറിയാത്ത പോലെ പിറ്റേ ദിവസം രാവിലെ മേയ്ക്കാൻ പോയി, തിരിച്ചു വന്നു, അങ്ങനെ തുറന്നു. അത് ബ്രഹ്മാവ് ഒരു നിമിഷം മാറ്റിയതേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ ഒരു നിമിഷം പറഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലായി നമ്മുടെ. ബ്രഹ്മാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഞാൻ മാറ്റിയിട്ട് എന്തായി സ്ഥിതി പറഞ്ഞു. ഒന്നും കൂടി എത്തി നോക്കിയപ്പോൾ താഴത്ത് സാധാരണ പോലെ പശുക്കുട്ടികൾ മെയ്യണു, ഗോപന്മാർ കളിക്കണു, സുഖമായി നടക്കുന്നു. ബ്രഹ്മാവിന് സംശയമായി, ഞാൻ ഇവരെയൊക്കെ മാറ്റിയതാണല്ലോ. എന്നിട്ട് പോയിട്ട് മാറ്റി വെച്ച ഗുഹയിൽ ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അവറ്റ് അവിടെ കിടന്ന് പട്ടിണി കിടന്ന് പല്ലടിച്ച് ചിരളിച്ചിരിക്കണു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇവർ സുഖമായി കളിക്കണം. ബ്രഹ്മാവിന് സംശയമായി. ബ്രഹ്മാവ് ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയത്രേ. അപ്പോൾ ആ ഗോപന്മാർ മുഴുവനെ വിഷ്ണുവായിട്ട് തോന്നി. അവരുടെയൊക്കെ ഉള്ളിൽ വേറെ ഗോകുലം കണ്ടു, അതിൻ്റെയൊക്കെ ഉള്ളിൽ പാൽക്കടൽ കണ്ടു, ബ്രഹ്മാവിനെയും കണ്ടു. വേറെ എല്ലാവരുടെയും ഉള്ളിൽ വേറെ 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 ബ്രഹ്മാവുകൾ. ബ്രഹ്മാവിന് സംശയം, ഇതിപ്പോൾ ഏതാ ശരിക്കുള്ള ബ്രഹ്മാവെന്നായി. അവനവന്നെ സംശയമായി. അപ്പോൾ മനസ്സിലായി ഞാൻ കളിച്ചത് അബദ്ധമായി എന്ന് മനസ്സിലായി. എന്നിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. അതാണ് നമ്മൾ വായിച്ച ബ്രഹ്മാവിൻ്റെ സ്തുതി വായിച്ചു. തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് 4 മുഖം കൊണ്ട് 40 ശ്ലോക, ഒരു മുഖത്തുനിന്ന് 10 ശ്ലോകം, അങ്ങനെ 40 ശ്ലോകമാണ് ആ സ്തുതി. ഞാൻ ഉമീഡ്യതേ എന്ന് പറഞ്ഞ ശ്ലോകം, ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അവിടെ പറയാണ്,
അങ്ങനെ ഞാൻ വെറുതെ പരീക്ഷിക്കാൻ മെനക്കെട്ടുമല്ലോ ഭഗവാനെ. എന്നെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചത് തന്നെ അങ്ങാണ്. അങ്ങയുടെ ശക്തിയാണ് എൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കണത് മുഴുവൻ. അങ്ങനെയുള്ള അങ്ങയെ പരീക്ഷിക്കാൻ ഞാൻ വേണ്ടാത്തൊരു വിഡ്ഢിത്തരം ചെയ്തു. അതാണ് ഇപ്പം ഉണ്ടായി. അതുകൊണ്ട് എന്നെ ക്ഷമിക്കണം, എനിക്ക് മാപ്പാക്കാം. അങ്ങയുടെ പ്രഭാവത്തിനെ അറിഞ്ഞിട്ടും ഞാൻ അറിയാതെ ഒരു സെക്കൻഡിലെ, ഒരു നിമിഷത്തിലെ അശ്രദ്ധ കൊണ്ട് ഞാൻ അങ്ങയെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ കുട്ടികളെ മുഴുവൻ ഞാൻ മാറ്റിയപ്പോൾ വിചാരിച്ചത് അങ്ങ് കുറച്ച് വിഷമിക്കുന്നതാണ്. കാരണം എൻ്റെ ധാരണ അങ്ങ് വെറും സാധാരണ ആളാന്നാണ്. ഇപ്പോഴാണ് അങ്ങ് ശരിക്കുള്ള പരമാത്മാവ് തന്നെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മാപ്പ് ചോദിക്കണം. എങ്ങനെ അറിയോ? അമ്മമാർ ഗർഭിണികളായിരിക്കുമ്പോൾ കുട്ടികളെ 8 മാസം 9 മാസമൊക്കെ അമ്മമാരുടെ വയറ്റിൽ ചവിട്ടും ഇല്ലേ? നമ്മുടെ വയറ്റിൽ അമ്മമാർക്ക് അറിയാം എന്താ മക്കൾ ചവിട്ടുന്നത് അറിയാം. പക്ഷെ ഏതെങ്കിലും അമ്മ പ്രസവിച്ച് കഴിഞ്ഞാൽ നീ എന്നെ 8 ചവിട്ട് ചവിട്ടിയില്ലേ പറഞ്ഞ അമ്മ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? ചെയ്യോ? നീ എന്നെ ചവിട്ടിയില്ലേ നക്കോട്ടക്ക് ചെയ്യില്ല. കാരണം അമ്മമാർക്കത് സ്നേഹമാണ്. അതേപോലെ ഞാൻ അങ്ങേ ചവിട്ടിയത് അങ്ങ് പൊറുക്കണേ. എന്താ ആലോചിച്ചോക്കൂ ബ്രഹ്മാവിൻ്റെ തരയിട. എൻ്റെ സൃഷ്ടിക്ക് നിദാനം അങ്ങാണ്. അങ്ങയുടെ ശക്തിയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ അങ്ങേ പരീക്ഷിച്ചത് കുട്ടികൾ അമ്മമാരെ ചവിട്ടണ പോലെ എന്ന് വിചാരിച്ച് പൊറുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറയാണ്. തൻ്റെ എല്ലാ കഴിവുകളും ഭഗവാന്റെ കഴിവാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ പ്രശ്നമില്ല. നമ്മൾ ഈ അവിവേകം കൊണ്ടാണ് എൻ്റെ കഴിവ് എന്ന് വിചാരിക്കുന്നത്. എൻ്റെ കഴിവ് എന്ന് മാറ്റിയിട്ട് ഭഗവാന്റെ കഴിവ് എന്ന് വന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ. അതാണ് ബ്രഹ്മാവിൻ്റെ സ്ഥിതി നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ ദേഹം ആത്മാവ്, ഈ ദേഹം പഞ്ചഭൂതത്തിന് വന്നതും ആത്മാവ് പരമാത്മാവെന്ന് വന്നതുമാണ്. അപ്പോൾ ഈ പരമാത്മാവിൻ്റെ ചൈതന്യമാണ് നമ്മുടെ എല്ലാ ശക്തിക്കും അടിസ്ഥാനം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അതോടെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. ആ ചിന്ത വരാത്തതുകൊണ്ടാണ് ബ്രഹ്മാവിന് പോലും ഭഗവാനെ പരീക്ഷിക്കാൻ തോന്നിയത്. അതുകൊണ്ടാണ്. അപ്പം ആ ബ്രഹ്മാവിൻ്റെ പരീക്ഷണം വത്സസ്ഥേയം എന്നാണ്. അത് ആ പരീക്ഷണത്തിനെ ഭഗവാൻ സുന്ദരമായിട്ട് മറികടന്നു. ബ്രഹ്മാവിനോട്